നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 2750 രൂപയും നൽകുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെട്രോളിനും ഡീസലിനും ഏതാനും ദിവസങ്ങൾക്കകം വില കുറച്ചേക്കും. പല കാരണങ്ങളാൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികളും സർക്കാരും നിർബന്ധിതമായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണവില ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഇതിന്റെ ഗുണഫലം ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുകയാണ്. മഹാരാഷ്ട്രയും ഹരിയാനയുമാണ് അവ. ഈ 2 സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഇന്ധനവില കുറയുമെന്ന് വിദഗ്ധർ പറയുന്നു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് തന്നെ നൽകാൻ സർക്കാർ. 2 ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 11 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തും. 4500 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതോടെയാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസമായത്. ഇതോടെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത്. ഡിസംബർ വരെ കടമെടുക്കാവുന്ന പണമാണ് മുൻകൂറായി എടുക്കാൻ അനുവദിച്ചത്. ദൈവമായി സ്വയം പ്രഖ്യാപിക്കരുതെന്നും ദൈവമാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ജനങ്ങളാണ് എന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്. പൂനെയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം പ്രവർത്തകരെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. തന്റെ ജീവിതാനുഭവം പരിശോധിച്ചപ്പോൾ ദൈവം നേരിട്ട് തന്നെ അയച്ചതാണെന്ന് മുൻപ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നു. ഇതിനെ പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു മോഹൻ ഭഗവതിന്റെ പ്രസംഗം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളും PV അൻവറിനെ ഉപയോഗിക്കുകയാണെന്നും പാർട്ടി സമ്മേളനം നടക്കാനിരിക്കെയുള്ള ചർച്ചകൾ ആസൂത്രിതമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ADGPക്ക് എതിരെയുള്ള അൻവറിന്റെ പരാതി അന്വേഷിക്കേണ്ടത് സർക്കാരാണ്. നിലവിൽ പാർട്ടി പരിശോധിക്കുന്നില്ല. DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ആവശ്യമെങ്കിൽ പാർട്ടി പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരനെ വാദിയാക്കാത്തതിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് MSF നേതാവ് മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പോലീസിനോട് വിശദീകരണം തേടിയത്. നേമം, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റി സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. നേമത്തിന്റെ പേര് തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നുമാകും ഇനി അറിയപ്പെടുക. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് വരുന്നതോടെ ഔദ്യോഗികമായി പേരുമാറ്റം നിലവിൽ വരും. ഇതോടെ ഈ 2 സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകളാക്കാനുള്ള നടപടികൾ സജീവമാകും. ADGPയും RSS നേതാവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തൃശൂർ പൂരം കലക്കാൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പൂരത്തിന്റെ തറവില ഉയർത്തിയതായിരുന്നു ആദ്യ നീക്കം. സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിൽ പൂരസ്ഥലത്തേക്ക് എത്തി. ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും അദാനി ഗ്രൂപ്പിന്റെ ലാഭവും ആസ്തിയുമായി മാറുന്നെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പൊതുമേഖലാ ബാങ്കുകൾ 10 കമ്പനികൾക്ക് 61,832 കോടി രൂപ വായ്പ നൽകിയെന്നും എന്നാൽ ഈ കമ്പനികളെല്ലാം ഒറ്റയടിക്ക് 16,000 കോടി രൂപയ്ക്ക് അദാനി ഗ്രൂപ്പിന് വിറ്റുവെന്നുമാണ് രാഹുലിന്റെ ആരോപണം. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാന്ത്രിക വിദ്യയാണെന്നും രാഹുൽ പരിഹസിക്കുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകയായിരുന്ന ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ട് 7 വർഷം പിന്നിട്ടിട്ടും വിചാരണ നടപടികൾ ഇഴയുന്നതിനെ ചോദ്യം ചെയ്ത് കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും.
വിചാരണ ഊർജിതമാക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ട് 8 മാസം കഴിഞ്ഞിട്ടും നടപ്പിലായിട്ടില്ല. വിചാരണ വൈകിയതിനാൽ കേസിലെ 4 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. തുടർന്ന് സുപ്രീം കോടതി ഇത് ശരിവെച്ചു. സമരക്കാരുടെ തല പോലീസ് ലാത്തിക്ക് അടിച്ചു പൊട്ടിക്കുന്നത് നിയമവിരുദ്ധം. തലയ്ക്കടിക്കരുതെന്ന് കോടതിയുടെയും DGPയുടെയും ഉത്തരവുകളുണ്ട്. എന്നിട്ടും വളഞ്ഞിട്ട് അടിച്ചു വീഴ്ത്തി പ്രതിപക്ഷത്തെ നേതാക്കളുടെ തല അടിച്ചു പൊട്ടിക്കുന്നു. കൺട്രോൺമെന്റ് SA തലയടിച്ചു പൊട്ടിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ആലോചന നടക്കുന്നുണ്ട്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.